പുതിയതായി പട്ടാളത്തിൽ ചേർന്ന സാങ്ഹോ തന്റെ തോക്ക് മറ്റു പട്ടാളക്കാർക്ക് നേരെ ചൂണ്ടിയപ്പോൾ അവർ അവനെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. കാഞ്ചി വലിക്കാൻ അവന് ധൈര്യമില്ലെന്ന് കരുതി ഒരാൾ അവന്റെ തോക്കിൽ കയറിപ്പിടിക്കുകയും മറ്റൊരാൾ മുഖത്തടിക്കുകയും ചെയ്തു. യാതൊന്നും പ്രതികരിക്കാതെ സാങ്ഹോ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം ആ മുറിക്കുള്ളിലേക്ക് ഒരു ഗ്രനേഡ് വന്നു വീണ് പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിന് ശേഷം ഭയന്ന് പുറത്തേക്ക് വന്ന പട്ടാളക്കാർക്ക് നേരെ അവൻ യാതൊരു മടിയും കൂടാതെ തുരുതുരാ വെടിയുതിർത്തു. തന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ക്യാപ്റ്റനെ അന്വേഷിച്ച് നടന്ന അവൻ ഒടുവിൽ ശൗചാലയത്തിൽ വെച്ച് അയാളെ കണ്ടെത്തുകയും കാലുകൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. വീണ്ടും വെടിവെക്കാൻ ശ്രമിച്ചപ്പോൾ തോക്കിലെ വെടിയുണ്ടകൾ തീർന്നതിനാൽ പട്ടാളക്കാർ അവനെ എളുപ്പത്തിൽ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് കരഞ്ഞുകൊണ്ട് അവൻ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. ക്യാപ്റ്റനും മറ്റു പട്ടാളക്കാരും ചേർന്ന് എല്ലാ ദിവസവും അവനെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. ചവറ്റുകുട്ടയിലെ ഭക്ഷണം കഴിക്കാനും കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തെ നോക്കി റോക്ക് പേപ്പർ കളിക്കാനും അവർ അവനെ നിർബന്ധിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ശേഷം പുറത്തുപോയാലും തന്നെ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞതാണ് അവരെയെല്ലാം കൊന്നൊടുക്കാൻ സാങ്ഹോയെ പ്രേരിപ്പിച്ചത്. ചോദ്യം ചെയ്യലിന് ശേഷം അമ്മയെ കണ്ട അവൻ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഈ ദാരുണമായ അവസ്ഥ കണ്ട ഉദ്യോഗസ്ഥർക്ക് അവനോട് വലിയ സഹതാപം തോന്നി. പിന്നീട് കോടതിയിൽ വിചാരണ നടന്ന ദിവസം അവനെപ്പോലെ ക്രൂരമായ ഉപദ്രവങ്ങൾ നേരിട്ട മറ്റൊരു സൈനികൻ കൂടി ധൈര്യപൂർവ്വം മുന്നോട്ടുവരികയും സൈന്യത്തിനുള്ളിൽ നടക്കുന്ന യഥാർത്ഥ ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു.